ഹലോ എവരിവൺ. ഇത് ഒരു ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇതിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ബാക്കിയുള്ള വീഡിയോസ് കാണുന്ന പോലെ ജസ്റ്റ് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് കണ്ടുപോകുന്നൊരു വീഡിയോ ആയിട്ട് മാറ്റി വെക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഒരു ഡയറി അല്ലെങ്കിൽ ഫോണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോണ്, ട്രാക്ക് ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു സമയം, ഇതിനെല്ലാത്തിനും കൂടി ഒരു സമയം ഉള്ളപ്പോൾ മാത്രം കാണുക. ഇനി അങ്ങനത്തെ അല്ലാത്തൊരു കേസിലാണ് നിങ്ങളിപ്പം ക്ലിക്ക് ചെയ്ത് തുറന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ സമയം ഉള്ളപ്പോൾ കാണുക. കാരണം ഇതിൽ കൂടുതൽ ഡയറ്റ് ഉണ്ടാക്കുന്നതിനെപ്പറ്റി, ബേസിക് ഡയറ്റ് ഉണ്ടാക്കുന്നതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാനില്ല. കോമ്പറ്റീഷനുള്ള ഡയറ്റ് പ്രിപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് സ്പെസിഫിക് ആയിട്ട് പിന്നീട് നിങ്ങൾ വർഷങ്ങൾ കഴിയുന്നവർ ഉണ്ടാക്കുന്ന ഡയറ്റുകൾ, അല്ലെങ്കിൽ വൈറ്റമിൻസ്, മിനറൽസ്, അല്ലെങ്കിൽ സ്പെസിഫിക് ഹെൽത്ത് കണ്ടീഷൻസ് കാരണം ഉണ്ടാക്കുന്ന ഡയറ്റ്, ഇതൊക്കെ നിങ്ങൾ ഒരു ട്രെയിനറിൻ്റെ ഹെൽപ്പോടെയോ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ ഹെൽപ്പോടെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പോടെയോ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ജനറലി ഉള്ള സാധാ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാനുള്ള ഡയറ്റുകൾ, ഇനി അതല്ല ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, ജസ്റ്റ് ഹെൽത്തി ആയിട്ട് ലീവ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ബേസിക് ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അത്യാവശ്യം ലെങ്തിയുമായിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു കാൽക്കുലേറ്ററോ അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഫോണിൽ കാൽക്കുലേറ്റർ എടുത്ത് വെച്ചേക്കുവാണ്. ഇപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും പഠിക്കുവാന്ന് വിചാരിക്കുക. ഇത് ചെയ്യാൻ ഞാൻ പഠിക്കുവാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നോട്ട് പാഡ്, നിങ്ങൾ എഴുതാൻ എടുത്തിരിക്കുന്ന ബുക്ക് ഞാനിവിടെ നോട്ട് പാഡായിട്ട് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഫോളോ ചെയ്യുക. ഓക്കെ, ഡയറ്റ്, ഞാൻ ജസ്റ്റ് ഹെഡിങ് പോലെ ഡയറ്റ് എന്ന് എഴുതുകയാണ്. എന്നിട്ട് ഇനി ഞാൻ ഫസ്റ്റ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് എൻ്റെ ബോഡി വെയിറ്റ് എനിക്ക് വേണം. അപ്പോൾ ഈ ബോഡി വെയിറ്റ് ഞാൻ ചെക്ക് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ ചെക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ബോഡി വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു സ്കെയിലും വേണം. ഇനി ഇതിൻ്റെ റീസൺ ഞാൻ പറയാം. നമ്മൾ മിക്കരും തന്നെ ഒന്നെങ്കിൽ ജിമ്മിൽ ചെന്നിട്ട് അവിടെ നിന്നുള്ള മെഷീൻ എടുത്ത് വർക്കൗട്ട് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചെല്ലുമ്പോഴേ വെയിറ്റ് ചെക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇനി അതല്ല, വീട്ടിൽ സ്വന്തമായിട്ടുള്ളവരാണെങ്കിൽ, വെയിങ് സ്കെയിൽ ഉള്ളവരാണെങ്കിൽ, നിങ്ങൾ മിക്കപ്പോഴും കഴിച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ പെട്ടെന്ന് നമ്മൾ വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിക്കും. എന്നിട്ട് നമ്മൾ പറയുകയാണ്, ഇന്നത്തെ വെയിറ്റ് നീ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും വെയിറ്റ് കൂടിയോ, എന്നാൽ വെയിറ്റ് നോക്കിയേക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കും നോക്കുന്നത്. പക്ഷേ ഇതൊക്കെ മിസ്റ്റേക്കാണ്. റീസൺസ് ഞാൻ പറയാം. ആദ്യം ശരിക്കും എങ്ങനെയാണ് വെയിറ്റ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ശരിക്കും വെയിറ്റ് ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീറ്റ് വരുന്നതേ നേരെ ബാത്റൂമിൽ പോവുക. ബാത്റൂമിൽ പോയി എല്ലാം വയറ് ഫുള്ള് ക്ലിയർ ആയെന്ന് ഉറപ്പ് വന്ന ശേഷം നമ്മൾ ഡ്രസ്സെല്ലാം അഴിച്ചു വെക്കുന്നു. ഡ്രസ്സ് ഫുൾ അഴിച്ചു വെച്ചിട്ട് അന്നേരം നല്ല ഫ്ലാറ്റ് ഒരു സർഫസ്, മാറ്റേലല്ല, കാർപ്പറ്റേലല്ല, ഫ്ലാറ്റായിട്ട് നമ്മുടെ ടൈൽസേലോ അല്ല അങ്ങനത്തെ എന്തെങ്കിലും നല്ല കട്ടിയുള്ളൊരു സർഫസേ വെച്ച് അന്നേരം വെയിറ്റ് ചെക്ക് ചെയ്യുക. ആ കിട്ടുന്ന വെയിറ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതുപോലെ ഒരു ദിവസത്തെ വെയിറ്റ് വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. വെയിറ്റ് കൂടുന്നു വെയിറ്റ് കുറയുന്നു പറയാൻ പറ്റത്തില്ല. നമ്മൾ ഡെയിലി മോണിറ്റർ ചെയ്യണം. അതിൻ്റെ ആവറേജ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ അധികം താമസിക്കാതെ പറയാം. അപ്പോൾ മിസ്റ്റേക്കുകൾ എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വൈകുന്നേരം വെയിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കഴിച്ചൊക്കെ കഴിഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അന്നത്തെ ഒരു ദിവസം ഫുള്ള് കുടിച്ച വെള്ളം, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ കറങ്ങി നടക്കുകയായിരുന്നെങ്കിൽ നമ്മൾ നാരങ്ങാ വെള്ളം അല്ലെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ്, ഇങ്ങനെ ഷേക്കുകൾ, അങ്ങനെ കുടിച്ച വെള്ളത്തിൻ്റെ അളവ്, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ തോന്നിയിട്ട് നമ്മൾ ബിരിയാണി അല്ലെങ്കിൽ മന്തി, അപ്പോൾ അന്ന് കഴിച്ച സ്പെസിഫിക് ഫുഡിനെ ബേസ് ചെയ്ത് നമ്മുടെ വെയിറ്റ് കൂടുവോ അല്ലെങ്കിൽ അന്ന് കഴിക്കാതിരുന്നപ്പോൾ കുറയുവോ, അല്ലെങ്കിൽ അന്ന് നമ്മൾ ഒത്തിരി നേരം ഫുട്ബോൾ കളിക്കാൻ പോയി അല്ലെങ്കിൽ ബാസ്കറ്റ് എല്ലാം കളിക്കാൻ പോയി, അങ്ങനെയൊക്കെ ആണെങ്കിൽ വെയിറ്റ് കുറച്ച് കാണിക്കുകയോ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ വണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓർക്കും ഭയങ്കരമായിട്ടും കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് സ്വന്തമായിട്ടൊരു ബോഡി വെയിങ് സ്കെയിൽ വേണമെന്ന് പറഞ്ഞത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ എടുക്കുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു 70 kgs എടുക്കാം. ലെറ്റ്സ് സേ നമ്മുടെ എക്സാമ്പിൾ വെയിറ്റ് എന്ന് പറയുന്നത് 70 കിലോ. ഇനി ഈ 70 kgsനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കിലോഗ്രാമിലാണ്. ഇതിന് നമ്മൾ LBS, അതായത് പുറത്തെ സ്റ്റാൻഡേർഡ്സിൽ പൗണ്ട്സ് എന്ന് പറയും, LBSലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ kg to pounds എന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. കിലോഗ്രാം ടു പൗണ്ട്സിൻ്റെ കൺവേർട്ടർ വരും. അപ്പം 1 കിലോഗ്രാം എന്ന് പറഞ്ഞ് 2 pounds ആണെന്ന് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെന്നുള്ളത് മാറ്റി നമ്മൾ നമ്മുടെ വെയിറ്റ് 70 കിലോയുടെ കൊടുത്തു. എനിക്ക് കിട്ടിയത് 154.324. ഞാനിത് 154 എന്ന് എടുക്കുകയാണ്. 154 LBS. ഇത്രയും എല്ലാവർക്കും വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് കിട്ടി. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആദ്യം ഒരു ഡയറ്റ് ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ വണ്ണം കൂട്ടാനുള്ളവർക്കാണെങ്കിലും വണ്ണം കുറയ്ക്കാനുള്ളവർക്കാണെങ്കിലും നമ്മളിപ്പോൾ ഇടുന്ന ഈ ഡയറ്റ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് കാലറീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെയിൻ്റനൻസ് കാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ എല്ലാ ആക്ടിവിറ്റീസും, എല്ലാം എന്ന് പറയുമ്പോൾ എല്ലാം, ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, വിരലുകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക,
അല്ലെങ്കിൽ ഞാൻ കാല് വെച്ച് ഇങ്ങനെ അടിക്കൊണ്ടിരിക്കുക, ഞാൻ പഠിക്കുക, ഞാൻ ഉറങ്ങുക, ഇതിനെല്ലാത്തിനും ബോഡിയെ സംബന്ധിച്ചോളം എനർജി യൂട്ടിലൈസ് ആകുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ എനർജി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് ചിലപ്പം ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ പുറത്ത് ഗെയിംസ് കളിക്കാൻ പോകുമായിരിക്കും, കബഡി അല്ലെങ്കിൽ ചിലപ്പം വോളിബോൾ, ഇങ്ങനെ ഫുട്ബോൾ, എന്തും ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു ദിവസത്തെ വെയിറ്റ് അല്ല എടുക്കുന്നത്, നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു 1 അല്ലെങ്കിൽ 2 ആഴ്ചയാണ് ഏറ്റവും ആക്യുറേറ്റ്. നമ്മുടെ ഡെയിലി ഉള്ളത് തന്നെ ഫോളോ ചെയ്യുക. അതായത് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു രീതികളുണ്ടല്ലോ, അതായത് നമ്മൾ ഇന്ന സമയത്ത് എണീക്കുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കളിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു, കുളിക്കുന്നു, കിടന്നുറങ്ങുന്നു, ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ ഇടയ്ക്ക് ഈ ഒരു ഡയറ്റ് ഒന്ന് ഇടുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ നമ്മൾ എന്നും രാവിലെ വെയിറ്റ് ചെക്ക് ചെയ്യുകയാണ്, അത് മാത്രം നിങ്ങൾ വിട്ടുകളയരുത്. അപ്പോൾ ഇനീഷ്യലി നമുക്കിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ LBSൽ നമുക്ക് കിട്ടിയേക്കുന്ന വെയിറ്റിൻ്റെ ഒരു ഇത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, 154 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് വേണ്ട കാലറീസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കണം മെയിൻ്റനൻസ് കാലറി ആണോ എന്ന്. അപ്പോൾ മെയിൻ്റനൻസ് കാലറി ആണോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഏറ്റവും ബേസ് ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു ഓഫീസ് ജോബ് അല്ലെങ്കിൽ ഡെസ്ക് ജോബ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടിയ വെയിറ്റിനെ മൾട്ടിപ്ലൈഡ് ബൈ 12 ചെയ്യുക, ഏറ്റവും മിനിമം. അത് ഫീമെയിൽസ് ആണെങ്കിലും മെയിൽ ആണെങ്കിലും ഒരു മൾട്ടിപ്ലൈഡ് ബൈ 12 ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ ഏറ്റവും എക്സ്ട്രീം, അതായത് നമ്മളൊരു എക്സ്ട്രീം എന്ന് പറയുമ്പം നല്ല രീതിയിൽ എക്സ്ട്രീം ജോലി, അതായത് കർഷകനായിരിക്കാം, എന്നുവെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല രീതിയിൽ പണിയെടുക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വാർക്കപ്പണിക്കൊക്കെ പോകുന്നവരാകാം, തടിപ്പണിക്കാരാകാം. അപ്പോൾ അങ്ങനത്തെ നല്ല കട്ടിപ്പണി ചെയ്യുന്നവരാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം 15 അല്ലെങ്കിൽ 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് ഇതിൻ്റെയൊക്കെ സെൻട്രലായിട്ട് ഞാൻ ജസ്റ്റ് ഒരു എന്ന് വെച്ചാൽ അത്യാവശ്യം ഡെസ്ക് ജോബാണ്, കുറച്ച് നേരം ഇരിക്കാനാണ്, പക്ഷേ ഇപ്പോൾ എന്നാലും കുറേ നടക്കാനുമുണ്ട്, അങ്ങനത്തെ ഒരു ജോലിയുള്ളവർ കൺസിഡർ നമ്മൾ സ്റ്റൂഹത്തിന് എടുക്കുവാണ്. മൾട്ടിപ്ലൈഡ് ബൈ 13 ഞാൻ ചെയ്യുകയാണ്. 12 to 16 ആ ഒരു റേഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് കിട്ടിയത് 154 അല്ലേ, ഞാൻ പറഞ്ഞു 13 ആണ്. 154 മൾട്ടിപ്ലൈഡ് ബൈ 13 എനിക്ക് കിട്ടിയത് 2002 ആണ്. ഞാനിത് 2000 കാലറിയിൽ നിന്ന് എടുക്കുവാണ്. അപ്പോൾ നമുക്ക് കാലറീസ് കിട്ടി 2000 കാലറീസ്. ഇനി ഈ 2000 കാലറീസിൽ നമുക്ക് പ്രോട്ടീൻ എത്ര വേണം, അല്ലെങ്കിൽ നമുക്ക് ഫാറ്റ്സ് എത്ര വേണം, കാർബോഹൈഡ്രേറ്റ് എത്ര വേണം, ഓക്കെ. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു തരുന്നത്, ഞാൻ 70 കിലോ ആണ് വെയിറ്റ് എന്നെടുത്തത്. ഞാൻ എക്സാമ്പിളായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ആ ഒരു മനുഷ്യൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 180 എന്ന് എടുക്കാം. ഒരു എക്സാമ്പിൾ ഹൈറ്റ് എന്ന് പറയുമ്പം 180 സെൻറ്റിമീറ്റർ. അപ്പോൾ 180 സെൻറ്റിമീറ്റർ എന്തുകൊണ്ടാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രോട്ടീൻ ഗോൾസ് ശരിക്കും പറഞ്ഞാൽ പല രീതികളുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയും 1 gram per pound ഓഫ് ബോഡി വെയ്റ്റ്, അല്ലെങ്കിൽ 2 times കിലോഗ്രാം, അതായത് ഇപ്പോൾ 70 kg ആണെങ്കിൽ 2 into 70 അത്രയാണ് പ്രോട്ടീൻ വേണ്ടതെന്ന്. പക്ഷേ ഐഡിയലി ഏറ്റവും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തേക്കുന്ന പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹൈറ്റ് എത്രയാണോ അത്രയും ഗ്രാം ഓഫ് പ്രോട്ടീനാണ് ഏറ്റവും ബെസ്റ്റ് കൺസംഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ 180 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 grams ഓഫ് പ്രോട്ടീനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ 2000 കാലറിയിൽ നമ്മൾ തീരുമാനിക്കുകയാണ് നമുക്ക് 180 gram പ്രോട്ടീൻ വേണം. ഇനി ഒരു മാറ്റി ഞാൻ പറയാം, പ്രോട്ടീനും കാർബും വരുന്നത് 1 ഗ്രാമിൽ 4 കാലറിയാണ്, ഫാറ്റ്സ് മാത്രം 9 കാലറിയാണ്. അപ്പോൾ 180 gram പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എത്ര കാലറി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 180 മൾട്ടിപ്ലൈഡ് ബൈ 4 എന്ന് പറയുമ്പം 720 കാലറി. അതായത് 2000 നിന്ന് 720 കാലറി നമുക്ക് പ്രോട്ടീനിൽ നിന്ന് കിട്ടി. ഇനി നമുക്കറിയേണ്ടത് ഫാറ്റ്സ് എത്രയാണെന്നാണ്. ഫാറ്റ്സ് നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മുടെ ട്രാക്കിംഗ് ആപ്ലിക്കേഷനിൽ നമുക്ക് പേഴ്സൻറ്റേജ് സെറ്റ് ചെയ്യാൻ പറ്റും. പ്രോട്ടീന്, കാർബ്, ഫാറ്റ്സ് എന്നുള്ളത് പേഴ്സൻറ്റേജ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പേഴ്സൻറ്റേജ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ 20 to 25% ഓവറോൾ കാലറീസിൽ എപ്പോഴും ഫാറ്റ്സ് ഉണ്ടായിരിക്കണം. ഫാറ്റ്സ് അതിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബോഡിയുടെ ഹോർമോണൽ സിസ്റ്റത്തെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ഏറ്റവും പ്രിസൈസ് ആയിട്ട് ഫാറ്റ്സ് ഏറ്റവും കൺട്രോളിൽ വെക്കണം എന്നുള്ളവരാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും ഇതുതന്നെയാണ്. തീരെ സ്കിന്നി ആയിട്ടുള്ളവരാണെങ്കിൽ മറ്റേ പറഞ്ഞ 25% തന്നെ പോവുക. അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പം 0.4 മൾട്ടിപ്ലൈഡ് ബൈ നമുക്ക് കിട്ടിയ വെയിറ്റ് ഉണ്ടല്ലോ ഇൻ പൗണ്ട്സ്. ഇപ്പോൾ എനിക്ക് കിട്ടിയത് 154 ആണ്. അപ്പോൾ ഞാൻ 0.4 മൾട്ടിപ്ലൈഡ് ബൈ 154, എനിക്കിവിടെ കിട്ടിയത് 61.6. അത് നമ്മൾ റൗണ്ട് ചെയ്ത് 60 എന്നാക്കുകയാണ്, 60 gram ഫാറ്റ്സ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കണക്ക് പറഞ്ഞിരുന്നു, 1 gram പ്രോട്ടീനും കാർബും 4 കാലറി, 1 gram ഫാറ്റ്സ് മാത്രം 9 കാലറി. അപ്പോൾ നമുക്കിവിടെ 60 gram ഫാറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാലറിയിൽ അറിയണമെങ്കിൽ 60 മൾട്ടിപ്ലൈഡ് ബൈ 9,
അത് നമുക്ക് 540 കാലറീസാണ് വന്നേക്കുന്നത്. 540 കാലറീസ്. ഓക്കെ, അപ്പം നമുക്ക് പ്രോട്ടീന് കിട്ടിയ കാലറീസും ഫാറ്റ്സിന് കിട്ടിയ കാലറീസും കൂടെ കൂട്ടി നോക്കാം. ഇത് ഇനീഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ സെയിം വെയ്റ്റ്സ് വെച്ച് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഫൈനലി നിങ്ങൾക്ക് ആ ഒരു കണക്ക് ചെയ്ത രീതി മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വെയിറ്റ് വെച്ച് നിങ്ങളത് റിപ്പീറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇച്ചിരിയും കൂടി മനസ്സിലാകാൻ എളുപ്പമുണ്ടായിരിക്കും. ഇതിനിടയ്ക്ക് കണക്ക് വിട്ടുപോയാലും നിങ്ങളത്ര ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തത് എന്ന് ആ ഒരു രീതി തന്നെ നിങ്ങൾ മാറ്റി എഴുതിയാൽ മതി നിങ്ങളുടെ കണക്കിലോട്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ്, എനിക്ക് കിട്ടിയ 2 കാലറീസ്, പ്രോട്ടീനിൽ നിന്ന് കിട്ടിയത് 720 കാലറിയും ഫാറ്റ്സിൽ നിന്ന് കിട്ടിയത് 540 കാലറിയും. അത് രണ്ടും കൂടി ഒന്ന് കൂട്ടി നോക്കുകയാണ്. 720ഉം 540ഉം 1260 കാലറിയാണ് എനിക്ക് 2 ഫുഡുകളിൽ നിന്നും കൂടെ വന്നേക്കുന്നത്. ഇനി എനിക്കറിയാം എനിക്ക് ടോട്ടൽ വേണ്ടത് 2000 കാലറിയാണ്. ഞാൻ ഓൾറെഡി 2 മാക്രോസിൽ നിന്ന് ഓൾറെഡി ഇത്രയും ഫില്ലാക്കി കഴിഞ്ഞു. ഇനി മിച്ചമുള്ളതെന്ന് പറഞ്ഞാൽ കാർബ് മാത്രമേ ഉള്ളൂ. അപ്പം കാർബ് ഫില്ലാകണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. 2000-ൽ നിന്ന് ഈ 1260 കാലറി മൈനസ് ചെയ്യുക. 2000 മൈനസ് 1260 കാലറി 740 കാലറീസ് എന്നാണ് എനിക്ക് വന്നേക്കുന്നത്. മിച്ചമുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണെന്ന് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 1 ഗ്രാം കാർബും 1 ഗ്രാം പ്രോട്ടീനും 4 കാലറിയാണ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന മൾട്ടിപ്ലൈഡ് ബൈ 4 ആയിരുന്നു. അപ്പോൾ കാലറിയിൽ നിന്ന് ഗ്രാമായിട്ട് കാണണമെങ്കിൽ നമ്മളിത് ഡിവൈഡ് ചെയ്യുക. 740 ഡിവൈഡഡ് ബൈ 4 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ 185 ഗ്രാം ഓഫ് കാർബ്, 185 ഗ്രാം കാർബ്സ്. അപ്പോൾ നമുക്ക് എത്ര പ്രോട്ടീൻ വേണമെന്ന് കിട്ടി, എത്ര കാർബ് വേണമെന്ന് കിട്ടി, എത്ര ഫാറ്റ്സ് വേണമെന്ന് കിട്ടി. 185 ഗ്രാം കാർബ്സ്, 180 ഗ്രാം പ്രോട്ടീൻ, 60 ഗ്രാം ഫാറ്റ്സ്. ഇനി ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് നമ്മൾ മെയിൻ്റനൻസ് കാലറി ആണെന്ന് നമ്മുടെ ഒരു ഊഹമാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കാലറി കാൽക്കുലേറ്റർ എന്നൊരു കാൽക്കുലേറ്റർ ഉണ്ട്. അവിടെ പോയി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ബൾക്കിംഗ് കാലറീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളത് കൺഫേം ചെയ്യുന്നില്ല. അതും ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ഊഹമാണ്. ഓക്കെ, അത് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് അങ്ങനെ ഫോളോ ചെയ്താൽ ഒന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫാറ്റ്സ് കയറാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മസിൽ ഡ്രോപ്സ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ബേസിൽ നിന്ന് തുടങ്ങാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 കാലറി നമ്മളിപ്പോൾ ഡയറ്റ് ഇടാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കൺഫേം ചെയ്യും. അതായത് ഇത് എൻ്റെ ബോഡിക്ക് പറ്റിയതാണ്, എൻ്റെ ബോഡിയുടെ മെയിൻ്റനൻസ് കാലറി ഇത് തന്നെയാണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിനി ചെയ്യേണ്ടത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയ്റ്റ് എല്ലാം നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം ഡയറ്റായിട്ട് ഇട്ടേക്കുന്ന ഫുഡ് തന്നെ ഡെയിലി ഫോളോ ചെയ്യാൻ നോക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് കാണിച്ചേക്കുന്ന പ്രോട്ടീന്, കാർബ്, ഫാറ്റ്സ് ഡെയിലി വരുമ്പോൾ ഫില്ല് ചെയ്യാൻ നോക്കിയാൽ മതി. നിങ്ങൾ അതായത് ബോഡി ബിൽഡിങ് ആ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ അത്ര എക്സ്ട്രീമായിട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തും കഴിക്കാം. പക്ഷേ മേക്ക് ഷുവർ ആ കാലറീസ് ക്രോസ് ആയി പോകരുത്. ആ പറഞ്ഞ മാക്രോസുകൾ ടാർഗറ്റ് എല്ലാം ഫില്ല് ചെയ്ത് അതിനകത്ത് തന്നെ നിൽക്കാൻ നോക്കുക. അതല്ലാത്ത പക്ഷം മാക്സിമം ഒരു 2 അല്ലെങ്കിൽ 3 മന്ത്സ് സെയിം ഡയറ്റ് ഫോളോ ചെയ്യുക. പിന്നെ സ്വിച്ചപ്പ് ചെയ്യുക, കഴിക്കാത്ത ഫുഡിലോട്ട് വീണ്ടും കുറച്ചും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുക. അപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് SEO എന്ന് പറയുന്ന YAZIO എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. ഇത് ഞാൻ ആദ്യം തൊട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ട് എനിക്കിത് ശീലമായി, അതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നു മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ MyFitnessPal ആണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. MyFitnessPal ഉണ്ട്, പിന്നെ ഉള്ളത് HealthifyMe എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനുണ്ട്. ഇങ്ങനത്തെ ഒത്തിരി ആപ്ലിക്കേഷനുണ്ട്. ഇനി ഈ ആപ്ലിക്കേഷൻ ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത് ഞാൻ പ്രീമിയം എടുത്തിട്ടേക്കുവാണ്. പക്ഷേ ഇതിൻ്റെ പ്രീമിയത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് കുഴപ്പമില്ലാത്തുണ്ടെങ്കിൽ ഓരോ തവണ എൻ്റർ ചെയ്യുമ്പോഴും അഡ്വർടൈസ്മെൻറ്റ് വരും, ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയുക. അങ്ങനത്തെ കുഴപ്പമില്ലെങ്കിൽ കണ്ടിന്യൂ, ഇത് തന്നെ മതി. ഞാനത് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഞാനിപ്പോൾ UK നിൽക്കുന്ന ഇവിടുത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു വർഷത്തേക്ക് 1500 രൂപയെ ഒരു സ്പിൻ ഓപ്ഷൻ ഉണ്ട്. ആ സ്പിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗിഫ്റ്റാണെന്നും പറഞ്ഞുകൊണ്ട് അത് എല്ലാവർക്കും കിട്ടുന്നത്, വെറുതെ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഗിഫ്റ്റില്ല. ആര് കറക്കിയാലും ആ ഗിഫ്റ്റ് കിട്ടും. അപ്പം അങ്ങനെ കറക്കിയപ്പോഴത്തേക്കും 1500 രൂപ ഒരു വർഷത്തേക്ക്, അത് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസാണ്. ഒരു വർഷത്തേക്ക് പ്രൈസ് കുഴപ്പമില്ല. അങ്ങനെ ഞാനത് മേടിച്ചിട്ട്, അപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ പേജിൽ കാണാം. ഇതിപ്പോൾ ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പം വെയിറ്റ് ഇട്ടേക്കുന്നത് ഗോൾ വെയിറ്റ് ഒന്നും നോക്കണ്ട, അതൊക്കെ പണ്ട് ഞാൻ വെറുതെ ഇടാമെന്ന് ഞാൻ ബോധർ ചെയ്യാറിയില്ലായിരുന്നു. ഞാൻ തന്നെ മാനുവലി എല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സമ്മറി എന്ന് പറയുന്നത് ഈ ബേൺഡും ശ്രദ്ധിക്കേണ്ട. അത് നമ്മൾ എക്സ്റ്റേണൽ ഇങ്ങനെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ കണക്ട് ചെയ്ത് നമ്മൾ
ഓടുന്നതൊക്കെ എക്സ്ട്രാ നമ്മളായിട്ട് ആഡ് ചെയ്യാൻ നിന്നാൽ മാത്രം മതി. അത് നമ്മൾ ചെയ്യുന്നില്ല. അതൊക്കെ വിട്ടേക്ക്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ പറഞ്ഞു നമുക്ക് കാലറീസ് വേണ്ടത് 2000 കാലറിയാണ്. നമ്മളിതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഫീഡ് ചെയ്യണം. അതിനാദ്യം വേണ്ടത് ഇതിൻ്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, പ്രൊഫൈൽ എന്നൊരു ബട്ടണുണ്ട്. നമ്മൾ പ്രൊഫൈലിൽ ചെന്നിട്ട് നമ്മൾ ഈ മൈ ഗോൾസ് എന്ന് കിടക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ട്, അതുപോലെ ഞാനിപ്പോൾ ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യാറില്ല, ഒരു ഇച്ചിരി ആ ഒരു പ്രഷർ കുറച്ച് വെക്കാൻ വേണ്ടി കോമ്പറ്റീഷൻ ഉറപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഞാൻ എന്ത് ഡയറ്റ ഫോളോ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ ട്രാക്ക് ചെയ്യാൻ ഞാൻ സെയിം തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ ഈ മൈ ഗോൾസിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ട് എഡിറ്റേ ക്ലിക്ക് ചെയ്യുക. ഇത്രയോ ഓപ്ഷൻ വരുന്നതിൽ ഏറ്റവും താഴെയല്ല, കാലറി ഗോൾ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? കാലറി ഗോൾ വന്നിട്ട് ഞാൻ പറഞ്ഞു 2000 കാലറി. ഈ കാലറീസിൻ്റെ ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ കാലറീസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് വിടുക. എനിക്ക് 2000 ആണ്, സേവ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രിയൻസ് ആണ്. എന്ന് വെച്ചാൽ ഫാറ്റ്സ്, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്. അതാണ് ഏറ്റവും താഴെ കിടക്കുന്ന ന്യൂട്രിയൻ ഗോൾസ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻ ഗോൾസ് ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ മേളിൽ ഇങ്ങനെ ഡിഫോൾട്ട്, SEO ഡയറ്റ്, ലോ കാർബ്, ഹൈ പ്രോട്ടീൻ ഇങ്ങനെയൊക്കെ കൊടുക്കാം. പക്ഷേ നമുക്ക് കിട്ടിയ വാല്യൂസ് ഉണ്ടല്ലോ, ഇവിടെ ശതമാനക്കണക്കേ മാറ്റാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കാണാം കാർബ്, പ്രോട്ടീന്, ഫാറ്റ് ഇതിൻ്റെ അടിയിൽ ഗ്രാം കണക്കിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ വലതുവശത്ത് നമുക്ക് ശതമാനമേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയൊരു വാല്യൂ എന്ന് പറയുന്നത് 180 ഗ്രാം പ്രോട്ടീൻ. അപ്പോൾ എനിക്ക് 34 നിന്ന് കൂട്ടണം, ഒരു 40 ഇട്ട് നോക്കാം. 40 ഇട്ടപ്പോൾ കൂടിപ്പോയി. അപ്പോൾ നമുക്ക് 35 ഇടാം, 37 ഇടാം. ഓക്കെ, 37 ഇട്ടപ്പോൾ കറക്റ്റ് 180 ഇനി നമുക്ക് ഫാറ്റ്സ് ആണ്. ഫാറ്റ്സ് 60 ഗ്രാം ആയിരുന്നു, ഇപ്പോൾ നമുക്ക് 50 സംതിങ്ങേ ഉള്ളൂ. ഞാനിത് 26 ഇട്ട് കഴിഞ്ഞാൽ 56, 27, 28 ഇടുക, 60. അപ്പം പ്രോട്ടീനും ഫാറ്റും കറക്റ്റായി. പക്ഷേ താഴത്തെ ശതമാനം കിടക്കുന്നുണ്ടോ, ഒരു 107% കിടപ്പുണ്ട്. അതായത് 7 നമ്മൾ മേളിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഭയങ്കര സിമ്പിൾ കാര്യമാണ്. കാർബി കിടക്കുന്നത് 42 എന്നല്ലേ, ഈ 42 7 കുറച്ചാൽ മതി. ഈ 42 7 കുറച്ച് കഴിഞ്ഞാൽ 35 സേവ്. അപ്പോൾ ടോട്ടൽ 100%. അപ്പോൾ നമുക്ക് കാണാം നമ്മൾ പറഞ്ഞ പോലെ കാർബ് 185 അല്ല വന്ന് 171 അറൗണ്ട് റേഞ്ചാണ് വന്നേക്കുന്നത്. കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോയിട്ട് ഡയറി എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ തിരിച്ചിവിടെ വീണ്ടും വരും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ 180 ഗ്രാം പ്രോട്ടീൻ, 60 ഗ്രാം ഫാറ്റ്, മിച്ചമുള്ളത് കാർബ്, അത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞു. ഇത്രയും ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാലറീസായി, പ്രോട്ടീന്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം ആയി. ഇനി നമുക്ക് കഴിക്കാനുള്ള ഫുഡ് മാത്രം തീരുമാനിച്ചാൽ മതി. നിങ്ങൾക്കിവിടെ 4 ഓപ്ഷനുണ്ട്: ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ്. വെള്ളം കുടിയുടെ കാര്യം പറയുകയാണെങ്കിൽ 3 to 4 ലിറ്റേഴ്സ് ഡെയിലി കുടിക്കാൻ നോക്കുക. എസ്പെഷ്യലി ക്രിയാറ്റിൻ എടുക്കുന്നവരാണെങ്കിൽ 3 to 3.5 എങ്കിലും ഡെയിലി കുടിച്ചേക്കുക. ഇനി ഇവിടെ ന്യൂട്രീഷനിൽ നമുക്കിവിടെ ഈ 4 എവിടെ കൊണ്ട് എപ്പോഴൊക്കെ ഇട്ടാലും, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടെ നിങ്ങൾ രാത്രി കൊണ്ട് ഫുഡ് ഇട്ടാലും നിങ്ങളുടെ ഫൈനലി ഈ മേളിൽ വരുന്നത് മാത്രമേ ടാർഗറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം പ്രസൻറ്റ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ തീരുമാനിക്കുകയാണ് നിങ്ങൾക്ക് 4 നേരം കഴിക്കണം. ഓക്കെ, നിങ്ങൾ ആദ്യം എപ്പോഴും പ്രോട്ടീൻ മാക്സിമം ഫില്ല് ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ ഞാൻ ഡയറ്റ് പറയുന്നതിൽ മറ്റേ ഫൈബർ, മൈക്രോ ന്യൂട്രിയൻസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയാണെങ്കിൽ ഇച്ചിരി കൂടെ സമയമെടുക്കും. നിങ്ങൾക്ക് വേണ്ട ഫുഡുകൾ നോക്കി റിസർച്ച് ചെയ്ത് അങ്ങനെ ഇട്ടാൽ മതി. പക്ഷേ ഞാനിപ്പം ബേസിക്സ് ആണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് പ്രോട്ടീന്, കാർബോ, ഫാറ്റ്സ് ഇത്ര നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഡയറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മളിതിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്ക് ഏതെങ്കിലും ഒരെണ്ണം തുറന്നിട്ട് നമ്മൾ പ്രോട്ടീൻ ഫുള്ളങ്ങ് ഫില്ല് ചെയ്യുകയാണ്. ഈ 180 ഗ്രാമിൽ 180 ഗ്രാമും പ്യുവർ സോഴ്സ് ഓഫ് പ്രോട്ടീൻ വേണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അതായത് നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രൈമറിയും ഉണ്ട്, സെക്കൻഡറിയും ഉണ്ട്. എന്ന് പറയുമ്പം നമ്മൾ ഈ പറയുന്ന ഓട്സ്, റൈസ് അല്ലെങ്കിൽ സോയ ഒരു രീതിയിൽ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പരിപ്പ്, ഇതെന്നൊക്കെ പറയുന്നത് സെക്കൻഡറി സോഴ്സാണ്. അതായത് ഒരു പ്രോട്ടീൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യേണ്ട അമിനോ പ്രൊഫൈലുകൾ അത് ഫില്ലല്ല. നമ്മൾ കുറച്ച് സാധനം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചെങ്കിൽ അത് ഫില്ലാവുള്ളൂ. പക്ഷേ മുട്ട, വെയ് പ്രോട്ടീൻ, ചിക്കൻ, ബീഫ് ഇതൊക്കെ കംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. അപ്പോൾ ഈ 180 ഗ്രാമും കംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആയിരിക്കണമെന്നില്ല. അറൗണ്ട് 70% മതി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എക്സ്ട്രീം എൻഡിൽ ഇത് ഫുള്ളും നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ 180 ഗ്രാംസും പ്യുവർ സോഴ്സിൽ നിന്ന് എടുക്കുക. എക്സ്ട്രാ പ്രോട്ടീൻ വരും, പക്ഷേ അത് സെക്കൻഡറി ആണ്, അത് മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ അതിൽ നിന്ന് കാലറി ഫില്ലായാലും അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ 70% റൂളിൽ വരാം. അപ്പോൾ ഈ 180 ഗ്രാം എന്നുള്ളതിൽ നമ്മൾ 140-150 ഗ്രാംസ് പ്യുവർ സോഴ്സ് എടുക്കുകയാണ്. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് തുറന്നിട്ട് ഇതിനകത്തോട്ട് അങ്ങ് ആഡ് ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ എന്താണ് പ്രോട്ടീനിലുള്ളത്. പ്രോട്ടീനിലെ ഫുഡുകൾ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. നേരത്തെ പറഞ്ഞാൽ മുട്ട, പാല്, ചിക്കൻ, ബീഫ്, ഫിഷുകൾ,
അല്ലെങ്കിൽ വേ പ്രോട്ടീൻ എടുത്തിട്ടുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഗുണങ്ങളൊന്നുമില്ല. ഫുഡിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ ഒരു നേരത്തേക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് മാത്രം, അല്ലാണ്ട് പ്രത്യേകിച്ച് അതിൽ നിന്നൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ പ്രോട്ടീൻ പൗഡർ ഒന്നും ഇല്ലാണ്ട് തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾ രാവിലെ ഒരു 5 മുട്ട കഴിക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിച്ചു. കൊളസ്ട്രോളിൻ്റെ പ്രശ്നമൊന്നുമില്ല. 5 മുട്ട എന്ന് പറയുമ്പോഴേ ഞെട്ടരുത്. എഗ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, ഇവിടെ കിട്ടുമെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ വേണ്ടി ബ്ലൂ ടിക്കുകൾ കുറെ കിടക്കുന്നുണ്ട്. ഇങ്ങനത്തെ ടിക്കുള്ള എന്തെങ്കിലും നോക്കുക. അതെ, എഗ് റോ 1 എഗ് എക്സ്ട്രാ ലാർജ് ഒരു ടിക്ക് കിടക്കുന്നുണ്ടോ? ആ ടിക്കുള്ളത് ഇങ്ങ് എടുക്കുക. എന്നിട്ട് എണ്ണം എഴുതിയാൽ മതി. 5 മുട്ട ആഡ് ചെയ്തു. ഇനി ചിക്കൻ എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ മിക്കവർക്കും ചിക്കൻ ബ്രസ്റ്റായിട്ട് കിട്ടും. ചിക്കൻ ബ്രസ്റ്റ് കിട്ടുന്നവർ ചിക്കൻ ബ്രസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹോൾ ചിക്കൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഹോൾ ചിക്കൻ മിക്കപ്പോഴും സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ബ്ലൂടിക്ക് ഉള്ളത് കിട്ടണമെന്നില്ല. പക്ഷേ ഞാനിവിടെ ഈ കിടക്കുന്നുണ്ട് മീഡിയം ഹോൾ ചിക്കൻ ടെസ്കോ എന്ന് പറയുന്നത്, ഇതിന് ബ്ലൂടിക്ക് ഇല്ല. പക്ഷേ ഞാനിത് നേരത്തെ ഇവിടുന്ന് മേടിച്ച കവറുകളിൽ ഇങ്ങനെ സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയതാണിത്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ഇതാണ്, ഒരു മെഷർമെൻറ്റാണ്. നിങ്ങൾ ഏത് യൂസ് ചെയ്യുന്നോ, ലെറ്റ്സ് സേ ഈ ബാക്കിൽ ഇത്രയും ഹോൾ ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, ഇതിലിപ്പോൾ നിങ്ങൾ ഏതിലൊരെണ്ണം ചൂസ് ചെയ്തെങ്കിൽ ഡെയിലി അത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. ഇന്ന് ഇതിലൊരെണ്ണം ചൂസ് ചെയ്തു, നാളെ വേറൊന്നും ചൂസ് ചെയ്തു, അങ്ങനെ യൂസ് ചെയ്യരുത്. അപ്പോൾ അതിന് മനസ്സിലാകാൻ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയം ഹോൾ ചിക്കൻ്റെ ഇവിടെ ടൈമർ പോലെ ചെറിയൊരു സാധനം ഇങ്ങനെ തിരിച്ച് കിടപ്പുണ്ട്. ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഞാൻ ഈ മീഡിയം ഹോൾ ചിക്കൻ എടുക്കുകയാണ്. അത് നമ്മൾക്കെല്ലാവർക്കും ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 200 ഗ്രാം എന്ന് പറയുമ്പം ബോൺലെസ് വേണമെന്നൊന്നുമില്ല, വിത്ത് ബോൺ എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമുക്കൊരു ദിവസം ഒരു 1/2 കിലോ ചിക്കൻ കഴിക്കാം നമ്മൾ തീരുമാനിക്കുകയാണ്, ഇൻക്ലൂഡിങ് ബോൺ. അത് ചിക്കൻ ബ്രസ്റ്റ് എന്നൊന്നുമില്ല, ഹോൾ ചിക്കനിൽ നമ്മൾ വെട്ടിമുറിച്ച് പീസുകളിൽ. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഇവിടെ ചെയ്തതിൽ എക്സ്ട്രാ വന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയും, ഞാൻ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം എക്സ്ട്രീം ലീൻ ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറയുമ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് ചിക്കൻ ബ്രസ്റ്റ് തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് വേ പ്രോട്ടീൻ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആരും പ്രത്യേകിച്ച് വീട്ടിൽ നിൽക്കുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ അഫോർഡ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അന്നേരം നമുക്ക് ഫാറ്റ്സ് ഉറപ്പായിട്ടും മേളിൽ പോവും. കാരണം ഹോൾ ചിക്കനിൽ എപ്പോഴും ഫാറ്റ്സ് കൂടുതലുണ്ട്. ഹോൾ എഗ്സിൽ ഫാറ്റ്സ് ഉണ്ടെങ്കിലും പ്രോട്ടീൻ ഫില്ലാകാൻ ഏറ്റവും എളുപ്പം ഇതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഫാറ്റ്സിൻ്റെ എമൗണ്ട് കുറച്ച് കയറിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഈ എഗ്ഗ് റോ എന്നുള്ളത് മാറ്റിയിട്ട് എഗ്ഗ് വൈറ്റ് എന്നാക്കാം. എഗ്ഗ് വൈറ്റ് എന്നുള്ളത് എണ്ണം കണക്ക് ഞാനൊരു 5 എണ്ണം ഇടുകയാണ്. അപ്പോൾ ഫാറ്റ്സിൻ്റെ എമൗണ്ട് കുറച്ച് കുറയും. ഒരു 66 ഗ്രാം ആയിട്ടുണ്ട്, 118 ഗ്രാം പ്രോട്ടീനും ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടല്ലോ, ഞാനത് അത്രയും താത്തിയപ്പോഴത്തേക്കും പ്രോട്ടീൻ്റെ എമൗണ്ട് കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള ഫുഡ് വെച്ച് മാക്സിമം പ്രോട്ടീൻ ഫില്ല് ചെയ്ത് വിടുക. ഓക്കെ, ഞാനിപ്പോൾ ചുമ്മാ ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ച് ഞാൻ ഫില്ല് ചെയ്ത് വിടാം. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ വേണ്ടി കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് 700 ഗ്രാം ചിക്കൻ ആക്കുക. 700 ഗ്രാം ചിക്കൻ ഇപ്പോൾ എത്രയായി? 158 ഗ്രാം. നമ്മൾ പറഞ്ഞ ഏറെക്കുറെ 60-70% മുകളിൽ പ്രോട്ടീൻ മാത്രം വന്നിട്ടുണ്ട്. ഫാറ്റ്സ് ഈ ഒരു സമയത്ത് തന്നെ ഓൾറെഡി ക്രോസ് ചെയ്തു. ഫാറ്റ്സ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ലീൻ സോഴ്സുകൾ, അല്ലെങ്കിൽ എഗ് വൈറ്റ്, പിന്നെ വേ പ്രോട്ടീൻ, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ലീൻ കട്ടായിട്ടുള്ള ബീഫുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റ്സ് ഇനിയും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി മിച്ചമുള്ളത് അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ, ഇനി സപ്പോസ് നിങ്ങൾ ലീൻ സോഴ്സ് തന്നെ എടുക്കുന്നെങ്കിൽ, ഞാൻ എക്സാമ്പിളും കൂടെ കാണിക്കാം. ഇതൊക്കെ വിട്ടു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഗ് വൈറ്റ് റോ എന്ന് പറയുന്നത് ഒരു 5 എണ്ണം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൈ പ്രോട്ടീൻ്റെ പ്രോട്ടീനാണ്. ഇമ്പാക്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ നാണ്ടി കിടക്കുന്ന ആദ്യത്തേത് ഇമ്പാക്റ്റിൻ്റെ വേ പ്രോട്ടീന്. ചിക്കൻ ബ്രസ്റ്റ് ആണെങ്കിൽ റോ വെയ്റ്റ് 400 ഗ്രാം എന്നങ്ങ് ഇടുകയാണ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ റോ ആയിട്ട് മെഷർ ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്നതാണെങ്കിൽ മാക്സിമം നിങ്ങൾ കുക്ക്ഡ് തന്നെ മെഷർ ചെയ്യുക. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന രീതി മാറ്റാതിരിക്കുക. ഇന്ന് റോ മെഷർ ചെയ്തു, നാളെ കുക്ക്ഡ് മെഷർ ചെയ്തു, അങ്ങനെ മാത്രം ചെയ്യാതിരിക്കുക. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റോ മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ലീൻ സോഴ്സ് കൊടുത്തത്തേക്ക് എനിക്ക് ഇറക്കടെ 136 വന്നു. ഫാറ്റ്സ് ഇത്രയും മിച്ചക്കിടപ്പുണ്ട്. ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നാൽ ഫാറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഒലിവെണ്ണയുണ്ട്, നമ്മുടെ ഗീ ഉണ്ട്, നട്ട്സുകൾ, എല്ലാ തരത്തിലും നട്ട്സുകളുണ്ട്, പിന്നെ അവക്കാഡോ ഉണ്ട്, ഒലിവ് ഓയിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പച്ചയ്ക്ക് കുടിക്കാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിച്ചം കിടക്കുന്നതാണ് നമ്മുടെ കാർബ് കിടക്കുന്നത്. അപ്പോൾ ഈ കാർബിനകത്ത് വരുന്നത് വെച്ചാൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ കപ്പ, ചേന, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ടോപ്പ് ഫുഡ് ചോയ്സുകളാണ്. സ്വീറ്റ് പൊട്ടറ്റോ, പിന്നെ റൈസ് എന്ന് പറയുമ്പോൾ മട്ട റൈസും കഴിക്കാൻ പറ്റും, അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ
സേഷ്യേഷൻ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ടിങ് ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾ കേട്ട് കാണും, കട്ടിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഒത്തിരി നേരം വിശക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ ഹൈ ഫൈബർ അല്ലെങ്കിൽ അങ്ങനത്തെ കൂടുതൽ ഫുഡുകൾ ആഡ് ചെയ്യും. അത് വലിയൊരു ടോപ്പിക്കാണ്, ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം നമ്മുടെ ആ നാട്ടിൽ സാധാ മട്ട റൈസും കഴിക്കാൻ പറ്റും, വൈറ്റ് റൈസ് കഴിക്കാൻ പറ്റും, ബസ്മതി റൈസ് കഴിക്കാൻ പറ്റും, ബ്രെഡ് കഴിക്കാൻ പറ്റും, ഓട്സ് കഴിക്കാൻ പറ്റും, ഫ്രൂട്ട്സുകൾ മിക്ക തന്നെ കാർബ് സോഴ്സാണ്. അപ്പം ഇങ്ങനത്തെ എന്ത് വേണം ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ജസ്റ്റ് ലെറ്റ്സ് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പറ്റും. ഞാനിവിടെ ഇപ്പം വൈറ്റ് റൈസ് കുക്ക്ഡ്, ഞാൻ മിക്കപ്പോഴും ബസ്മതി റൈസ് മാത്രം കുക്ക്ഡ് വെയിറ്റാണ് എടുക്കുന്നത്. കാരണം ഒരു കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. ഒരു ദിവസത്തേക്കുള്ള ഫുൾ അങ്ങ് വെച്ചിട്ട് ഞാൻ അതിൽ കുക്ക്ഡ് വെയിറ്റ് തന്നെ ഇങ്ങ് എടുത്തിരിക്കും. ബാക്കിയെല്ലാം ഞാൻ റോ മെഷർമെൻറ്റ് എടുക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഇത് ചുമ്മാ ഒന്ന് ഫില്ല് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഒലീവ് ഓയിൽ ഒരു 15 ഗ്രാം നടക്കട്ടെ. ഞാൻ അങ്ങനെ ഒന്ന് റൈസിനകത്ത് ഒഴിക്കും, അല്ലെങ്കിൽ ഞാൻ കുടിക്കും. പിന്നെ ഉള്ളത് അവക്കാഡോ. ഇതൊക്കെ എക്സാമ്പിളാട്ടോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഡെയിലി ഓരോ ഫുഡും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇപ്പോൾ 223 ഓവർ എന്നല്ലേ കാണിക്കുന്നത്, ഇത് കണ്ടോ. അപ്പോൾ അത്രയും നമ്മൾ കൂടിപ്പോകരുത്, നമ്മളെ കറക്റ്റ് ആ റേഞ്ചിൽ തന്നെ. നമുക്കപ്പോൾ എന്താ കൂടിപ്പോയെന്ന് നോക്കാം. നമ്മുടെ ഡയറ്റിനകത്ത് പ്രോട്ടീൻ കുറവാണ്, കാർബ് കൂടുതലാണ്. അപ്പോൾ കാർബിൻ്റെ എമൗണ്ട് കുറയ്ക്കണം. വൈറ്റ് റൈസ് ഞാൻ ഇവിടെ 800 എന്നല്ലേ ഇട്ടത്, അത് ഞാൻ തിരിച്ചിട്ട് 600 ആക്കാം. 600. അപ്പോൾ അതിൻ്റെ കാർബ് പയ്യെ കുറഞ്ഞ് 37 റിമൈനിങ്. പ്രോട്ടീൻ എനിക്ക് കൂട്ടണം, അപ്പോൾ പ്രോട്ടീനുള്ള ഫുഡ് ഇനിയും വേണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഒരു ഡയറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്തേക്ക് അവസാനം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഇട്ടേക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ ഇടാൻ, നമ്മൾ ഓട്സ് ഇട്ട് കാണും. ഓരോ നേരത്തേക്ക് വേണ്ട നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പയ്യെ ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ കാർബ് കൂടിക്കഴിഞ്ഞാൽ മറ്റുള്ളതിൽ നിന്ന് കുറച്ചിട്ട് ഇപ്പോൾ നിങ്ങളിവിടെ തീരുമാനിക്കുവാണ് വൈറ്റ് റൈസ് ഇത്രയും വേണ്ട, വൈറ്റ് റൈസിൽ നിന്ന് 170 ഗ്രാം കാർബും ഫില്ലായി, വൈറ്റ് റൈസ് ഇത്രയും വേണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 300 ഗ്രാം, ഇതിൻ്റെ നേരെ പകുതി റൈസ് എടുക്കുക. അപ്പം നിങ്ങൾക്ക് കാർബ് ഇനിയും ഒത്തിരി കഴിക്കാനുണ്ട്. പകരം എന്ത് ചെയ്യാം, നമുക്ക് രാവിലത്തേക്ക് എന്തെങ്കിലും വേണം. രാവിലത്തേക്ക് നമ്മൾ തീരുമാനിക്കുകയാണ് ചപ്പാത്തി കഴിക്കാം. സെർച്ച് ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി, ഗ്രാം ഇടുക. ഗ്രാം ഇട്ടിട്ട് എത്ര ഗ്രാമാണോ നമ്മൾ ഉണ്ടാക്കിയ ചപ്പാത്തി, ആ ചപ്പാത്തി ഇവിടെ അങ്ങ് ടൈപ്പ് ചെയ്യുക. ഒരു 50 ഗ്രാം എന്നാണെങ്കിൽ 50 ഗ്രാം പോരാ, ഒരു 200 ഗ്രാം എന്നങ്ങ് ഇടാം. 200 ഗ്രാം ആണെങ്കിൽ ഇത്രയും നല്ലൊരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ വേണ്ട വീണ്ടും കാർബ് ക്രോസ് ചെയ്തു. അപ്പോൾ ഒരു കുറച്ച് കുറയ്ക്കണം, 180 ഗ്രാം ചപ്പാത്തി ആക്കണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഫുഡിനനുസരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ എക്സ്ട്രീം എൻഡിൽ ബോഡി ബിൽഡിംഗ് ഉള്ള രീതിയിൽ നോക്കുന്നതല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഫുഡും ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഈ കാണുന്ന പോലെ ഒത്തിരി ഓവറായി പോകരുത്. ഒരു 50ക്ക് മുകളിൽ ഒത്തിരി ഓവറായി പോകരുത്, ഒത്തിരി താഴെയും പോകരുത്. ഈ കാലറി ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ പ്രോട്ടീൻ ആയിരിക്കണം. ഈ കാർബും ഫാറ്റ്സും അത്യാവശ്യം സെയിം ഈ റേഞ്ചിൽ തന്നെ നിൽക്കുകയും വേണം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡയറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതാണോ നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറി, അത് നമുക്ക് കൺഫേം ചെയ്യണം. ഞാൻ നേരത്തെ നിങ്ങളോട് വെയിറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞൊരു രീതിയില്ലേ, ഇതിപ്പോൾ നിങ്ങൾ ഇന്ന് ഡയറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ നാളെ തൊട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. നിങ്ങളത് ചെയ്യുന്നത് സ്ട്രെയിറ്റ് 14 ദിവസം നിങ്ങൾ ആ വെയിറ്റ് മോണിറ്റർ ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞു 70 കിലോ ഉള്ള ഒരാളുടെയാണ് നമ്മൾ വെയിറ്റ് ഇട്ടേക്കുന്നത്. അപ്പം ഇന്ന് 70, നാളെ 70.2, പിന്നെ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് 69.9, പിന്നെ ഒരു ദിവസം വന്നപ്പോൾ 70.4. എല്ലാ ദിവസവും ഇങ്ങനെ വേറെ വെയിറ്റുകൾ, ചിലപ്പോൾ മാത്രം, ചിലപ്പോൾ സെയിം, ചിലപ്പോൾ 70.4, 70.4, പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കും. ഒറ്റയടിക്ക് നിങ്ങളുടെ വെയിറ്റ് കയറുകയോ ഒറ്റയടിക്ക് നിങ്ങളുടെ വെയിറ്റ് കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ കാലറീസ് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യണം. ലെറ്റ്സ് സേ നമ്മൾ പറയുക ഇപ്പോൾ 70 കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് 72 വന്നു, ഒരു ദിവസം കഴിഞ്ഞത്തേക്കും നിങ്ങൾക്ക് 74 പിന്നെ നോക്കുമ്പോൾ 78. അത് ഭയങ്കര സ്പീഡാണ്. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പം അതിനർത്ഥം നിങ്ങൾ കാലറീസ് ഒത്തിരി കൂടുതലാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 200 അല്ലെങ്കിൽ 300 കാലറി ടോട്ടലിൽ നിന്ന് കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതിൽ പ്രോട്ടീൻ സെയിം, എന്നിട്ട് ഫാറ്റ്സും കാർബും വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ ലെറ്റ്സ് സേ നിങ്ങൾ ഒത്തിരി വണ്ണം കയറിയിട്ടുമില്ല, ഒത്തിരി വണ്ണം കൂടിയിട്ടില്ല, സെയിം റേഞ്ചിലാണ് 2 വീക്സ് ആയിട്ട് നിൽക്കുന്നത് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല 70, 70.2, 69.9, 70.3, ആ ഒരു സെയിം റേഞ്ചിൽ തന്നെയാണ് നിങ്ങൾ 14 ദിവസം നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 70 തൊട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് 14 ദിവസം കിട്ടിയ വെയിറ്റിനെ പ്ലസ് ചെയ്യുക. എല്ലാത്തിനെയും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 14 ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു ആവറേജ് എടുക്കുക. ആവറേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എറൗണ്ട് നിങ്ങൾ തുടങ്ങിയ വെയിറ്റിലാണെങ്കിൽ നിങ്ങൾ 70 ആണല്ലേ ആദ്യം. ഇപ്പം നമ്മുടെ അടുത്ത എക്സാമ്പിൾ, നിങ്ങൾ ആദ്യം 70 അല്ലേ തുടങ്ങിയത്. അപ്പോൾ 70.5 അല്ലെങ്കിൽ 70 പോയിൻറ്റ് സംതിങ് ആ ഒരു റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ കൺഫേം ഇത് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറിയാണ്. കൂടുകയോ കുറയുകയോ ചെയ്തെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കാലറീസ് അഡ്ജസ്റ്റ് ചെയ്യുക. കൂടിപ്പോയെങ്കിൽ കാലറി ഇച്ചിരി കുറയ്ക്കുക, കുറഞ്ഞു പോയെങ്കിൽ കാലറി ഇച്ചിരി കൂട്ടുക. എന്നിട്ട് വീണ്ടും 2 വീക്സ് മോണിറ്റർ ചെയ്യുക. എന്നിട്ട് എന്ന് നിങ്ങളുടെ കാലറീസ് ഇത് മെയിൻ്റനൻസ് ആണെന്ന് കൺഫേം ഇപ്പോൾ ചെയ്യുന്നു, അന്ന് തൊട്ടാണ് ശരിക്കുള്ള നിങ്ങളുടെ ഡയറ്റ് തുടങ്ങുന്നത്. ഇതിപ്പോൾ നമുക്ക് വണ്ണം കൂട്ടാനുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇതുപോലെ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ്സ് വെച്ച് കൺഫേം ചെയ്തു. അതായത് ഇങ്ങനെയാണ് എനിക്ക് ഡയറ്റ് ഉണ്ടാക്കേണ്ടത്,
ഇതാണ് എൻ്റെ മെയിൻ്റനൻസ് കാലറി എന്ന് ഞാൻ കൺഫേം ചെയ്തെങ്കിൽ ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ണം എനിക്ക് കൂട്ടണം. വണ്ണം കൂട്ടണമെങ്കിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇത് നിങ്ങളുടെ മെയിൻ്റനൻസ് ആണെന്നറിയാം. മെയിൻ്റനൻസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വെയിറ്റിൻ്റെ ആ ഒരു എനർജിയെക്കാട്ടിലും എക്സ്ട്രാ 200 to 500. ഏറ്റവും ഐഡിയൽ ഓപ്ഷൻ ഇനീഷ്യലി 300 കൊടുക്കുക എന്നുള്ളതാണ്. അതായത് 2000 + 300. അപ്പം നമ്മുടെ പുതിയ കാലറീസ് എന്ന് പറയുന്നത് 2000 നിന്ന് നമ്മൾ 2300 കാലറീസ് ആക്കി. ഈ 2300 കാലറീസ് ആക്കുമ്പം പ്രോട്ടീൻ ഒരു മാറ്റവും ഇല്ല, കാർബിനെ കയറ്റി നിർത്തുക. ഈ 300 കാലറീസും എവിടെയെങ്കിലും കാർബിനെ കൂട്ടി നിർത്തുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനുള്ളവരാണെങ്കിൽ 2000 നിന്ന് ഒരു 300 കാലറി കുറയ്ക്കുക. അപ്പോൾ 1700 കാലറീസ് ആവും. ഈ 1700 കാലറീസ് ഇതുപോലെ തന്നെ കാർബിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ മാക്സിമം ഒരു കാർബിൽ നിന്ന് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കാർബ് കൂട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് ഫാറ്റ്സ് കൂട്ടാം. അതായത് കാലറീസ് കൂട്ടേണ്ട ഒരു പോയിൻ്റ് വരുമ്പോൾ ഇപ്പോൾ 2300 കാലറീസിൽ വണ്ണം കൂട്ടുന്ന ഒരാളുടെ എക്സാമ്പിൾ പറയാം. 2300 കാലറീസിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീക്കിലി ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് ആവറേജ് എടുക്കുന്നു, വീണ്ടും 2 ആഴ്ച കഴിയുന്നു, ആവറേജ് എടുക്കുന്നു. ഒരു കാര്യം കൂടെയുണ്ട്, ആദ്യത്തെ 2 ആഴ്ചത്തെ ആവറേജ് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 7 ദിവസത്തെ വെയിറ്റ് വെച്ച് നോക്കണം. കാരണം പിന്നെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാഴ്ച ഒരു മാസം കൊണ്ട് 10 കിലോ 30 കിലോ അതൊക്കെ കേട്ടായും വിശ്വസിക്കരുത്. ചെയ്യാൻ പറ്റും, പക്ഷേ ഹെൽത്തി അല്ല. നിങ്ങളുടെ ബോഡി നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും, ഹോർമോണൽ ചേഞ്ചസുകളൊക്കെ ഒത്തിരി നല്ല രീതിയിലുണ്ടാകും. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരാഴ്ച മാക്സിമം 1.5 കിലോ ആയിരിക്കണം ഏറ്റവും മാക്സിമം. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 1 കിലോ വരെ ടാർഗറ്റ് ചെയ്യാനും പറ്റും ഒരാഴ്ച. അതിന് മുകളിലോ അതിന് താഴെയോ ശ്രമിക്കാതിരിക്കുക. താഴെ എന്നല്ല, ഐ മീൻ ഫാറ്റ് ലോസിൻ്റെ ഫേസിലാണെങ്കിൽ അതിൽ സ്പീഡിൽ കുറയ്ക്കാൻ നോക്കാതിരിക്കുക. 1/2 കിലോ ആണ് ഏറ്റവും ബെസ്റ്റ് ടാർഗറ്റ്, മാക്സിമം 1 കിലോ ആസ് എ ബിഗിനർ. അപ്പം മന്ത്ലി ടാർഗറ്റ് പറയുകയാണെങ്കിൽ ഒരു മാസം നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ 2 കിലോ അല്ലെങ്കിൽ കുറയ്ക്കുകയാണെങ്കിലും 2 കിലോ, അതായിരിക്കണം ഏറ്റവും ബെസ്റ്റ് ടാർഗറ്റ്. അപ്പോൾ നിങ്ങൾ ഓരോ ആഴ്ച നോക്കുമ്പോൾ ഓക്കെ 1/2 കിലോയെ കുറഞ്ഞിട്ടുള്ളൂ, 1/2 കിലോ വ്യത്യാസമാണ് ആവറേജ് വന്നിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ, കുറയ്ക്കാൻ നിൽക്കരുത്. അങ്ങനെ കുറയുന്നിടത്തോളം മാക്സിമം ഡയറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. കുറയുന്നത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റിൽ മോണിറ്റർ ചെയ്ത് ഇച്ചിരി കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്ന സ്റ്റെപ്പുകളുണ്ടല്ലോ, സ്റ്റെപ്പിൻ്റെ കൗണ്ട് കൂട്ടുക വണ്ണം കുറയ്ക്കാനുള്ളവർക്ക്. കൂട്ടേണ്ടവർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 2300 കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു, വെയിറ്റ് പിന്നെ കയറുന്നേയില്ല, കോൺസ്റ്റൻ്റ് ആണ്. എല്ലാ ആഴ്ചയും ആവറേജ് നോക്കുമ്പോൾ സെയിം വെയിറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ 2300 നിന്ന് 2600 2500 ആ റേഞ്ചിൽ പുതിയ കാലറീസ് ഇടുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ വെയിറ്റിനനുസരിച്ചോ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ബാലൻസ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഡയറ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡെയിലി വേറെ വേറെ ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം, പക്ഷേ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ബോഡി ഡൈജഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം സെയിം ഒരു ടൈം തന്നെ ഫോളോ ചെയ്യുക, സെയിം ഫുഡ് കുറച്ച് നാൾ ഫോളോ ചെയ്യുക. പിന്നെ ലൈഫ് ലോങ് സെയിം ഫുഡ് തന്നെ ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, മേക്ക് ഷുവർ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്ന ഒരു കംപ്ലീറ്റ് ഡയറ്റാണ് നിങ്ങൾ കഴിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രം. അതായത് നിങ്ങളുടെ അടുത്ത് ഫിഷ് ഉണ്ട്, ലീഫി വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ സോഴ്സും എല്ലാ വൈറ്റമിൻസും വരുന്ന ഫുഡ് ഇൻവോൾവ് ആണെന്ന് ഉറപ്പ് വരുത്തണം. പക്ഷേ എപ്പോഴും അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാണ് ആൾക്കാർ മിക്കലും സപ്ലിമെൻറ്റ്സ് ഒക്കെ തേടി പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് UK സൂര്യൻ കുറവാണ്, അതുകൊണ്ടാണ് വൈറ്റമിൻ ഡിയിൽ എനിക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ സപ്ലിമെൻറ്റ്സ് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. omega-3 ആണെങ്കിൽ സാൽമൺ അല്ലെങ്കിൽ എക്സസീവ് ലോഡ് ഓഫ് നമ്മുടെ മത്തി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് omega-3 ഫില്ലാക്കാൻ പറ്റും. പക്ഷേ എക്സ്ട്രീം എൻഡിൽ നിങ്ങൾ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രം ഈ പറഞ്ഞ പോലെ omega-3 ഒക്കെ ഇൻ ദ ഫ്യൂച്ചർ ആവശ്യം വരും. പക്ഷേ തുടക്കത്തിൽ സപ്ലിമെൻറ്റ്സിന് ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പം ഡയറ്റ് ഉണ്ടാക്കുന്നത് ഇത്രയും ഭയങ്കര സിമ്പിളായ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സ്പെസിഫിക് ഒരു കണ്ടീഷൻ ഉള്ളവരോ ആണെങ്കിൽ മാത്രം ഈ പറഞ്ഞ പോലെ നിങ്ങളായിട്ട് തന്നെ എന്നെ ഇങ്ങനെ കണ്ടും പൂട്ടി ഫോളോ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ആഴ്ച 1/2 കിലോ കൂട്ടാനാണെങ്കിലും കുറയ്ക്കാനാണെങ്കിലും അതിന് കൂടുതൽ സ്പീഡിൽ ശ്രമിക്കരുത്. മാത്രമല്ല ഏറ്റവും ഐഡിയൽ വെയിറ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഐഡിയൽ എത്ര വെയിറ്റ് ഉണ്ടായിരിക്കണം എന്ന് നിങ്ങളുടെ അറിഞ്ഞിരിക്കണമെങ്കിൽ ഇപ്പം ഹൈറ്റ് -100. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 180 ആണ് എൻ്റെ ഹൈറ്റ്. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഐഡിയലി പറഞ്ഞാൽ 75 to 80 kg, അതാണ് എൻ്റെ ബെസ്റ്റ് വെയിറ്റ്. 70 to 75 ആണെങ്കിലും ഹെൽത്തി റേഞ്ചാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെ നിങ്ങളും പിടിക്കാൻ നോക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് 150 ആണെങ്കിൽ ഒരു 45 to 50, 160 ആണെങ്കിൽ 55 to 60, ഇതാണ് റേഞ്ച്. അപ്പോൾ ഇതിന് താഴോട്ടും ഇതിന് മുകളിലോട്ടും ഒത്തിരി എക്സീഡ് ചെയ്യാതെ നിങ്ങൾ നോക്കുക. ഇത്രേ ഉള്ളൂ ഡയറ്റിൻ്റെ കാര്യം. എന്തെങ്കിലും ഇതിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻസിലിടുക. എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കൂട്ട് ഡൗട്ടുകൾ എന്തെങ്കിലും ആണെങ്കിൽ
എനിക്കറിവില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും കമൻസിൽ തന്നെ ക്ലിയർ ചെയ്ത് വിടുക, അല്ലെങ്കിൽ മാക്സിമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ബൈ.